ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറിലുള്ള ഗ്രേവിയാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഇത് ഒരുപോലെ ഇഷ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള തേങ്ങാപ്പാൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ചീനച്ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവോള നല്ല ഫൈനായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറിക്ക് സവോള ഇത്തിരി കൂടുതൽ വേണം. ഞാനിവിടെ ഒരു 4 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോളയൊന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പ് മാറി സവോളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഒരു 5 to 8 മിനിറ്റ്സ് എടുക്കും ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വഴഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ മാറി സവോള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സവോളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് പച്ചപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് എരിവ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് അവസാനം എരിവ് പാകത്തിനാവൂ. ഇതിലോട്ടിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 2 തക്കാളി വരെ ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായി വരണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 2ാം പാൽ ചേർക്കുന്നുണ്ട്. 2ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇവിടെ എണ്ണ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ചേർത്ത് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ. വെജിറ്റേറിയൻസിനുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് സെർവ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ഗ്രേവി കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ വരഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ മുട്ടയൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി
ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഗ്രേവിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഗ്രേവി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഗ്രേവി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മസാലയൊക്കെ മുട്ടയിലോട്ട് നന്നായിട്ട് പിടിക്കണം. അതിനായിട്ട് ഇതൊന്ന് ചൂടോടെ തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തനി നാടൻ തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിലൂടെ കാണാം. Till then, take care and thanks for watching Recipes Recooked.